റിംഗ്ടൂൺ കേട്ടാ, റിംഗ്ടൂൺ കേട്ടാ. ഏതാണ് ട്യൂണ്? ഐഫോണിന്റെ ട്യൂണാണ്. മരണമാസ് കിർമാണി സാധനം എന്നെല്ലാം പറഞ്ഞത്. Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നല്ലൊരു അടിപൊളി സാധനം വന്നിട്ടുണ്ട്. hainoteko ഉണ്ട് കേട്ടോ, സ്മാർട്ട് വാച്ച് അൾട്രാ മോഡൽ. അപ്പോൾ ക്വാളിറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 3 സ്ട്രാപ്പും വരുന്നുണ്ട് കേട്ടോ. ഒരു കിറുമാണി സാധനം തന്നെ പറയാം. തമിഴിൽ കണ്ട മാതിരിക്കെ തന്നെ ആ 3 സ്ട്രാപ്പും ഈ വാച്ചിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ ചായ കുടിച്ചോണ്ടുണ്ടായിന്. അപ്പൊ അതിന്റെ അടുത്ത സാധനം വന്നിട്ട് അപ്പൊ തന്നെ പൊളിക്കാന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞാല് സസ്പെൻസ് ആരെല്ലാം ചെയ്തിക്കോന്നൊന്നും അറിയില്ല വീഡിയോസ്. പിന്നെ ഇതിലൊരു സംഭവം ഉണ്ട്. എന്താന്ന് പറഞ്ഞാല് നമ്മളെ തിമ്മണ്ണനെ കോപ്പി ആക്കിയിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് സ്ക്രീൻ സൈസ് എവർ. ഇതാ കാണണ്ട, തിമ്മണ്ണനെ പക്ക കോപ്പി ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി പ്രോഡക്റ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്താ പറഞ്ഞാൽ നമ്മൾ പുതിയ പ്രോഡക്റ്റിന്റെ വീഡിയോസ് എല്ലാം വരുമ്പോൾ നമ്മൾ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചങ്ങായിമാരിലേക്ക് എത്തിക്കുന്നെങ്കിൽ എത്തിക്കുക, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതിന്റെ ബാക്കിൽ എഴുതിയതെല്ലാം കാണിച്ചതാ. ഇതിൽ നോൺ മെഡിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടൈറ്റാനിയം കേസ് 49mm മോഡൽ t93 അൾട്രാ മാക്സ് കേട്ടോ. വയർലെസ് ചാർജറുള്ള സപ്പോർട്ടുള്ള ഒരു കിറുമാണി സാധനം കേട്ടോ. പിന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് 3 സ്ട്രാപ്പ് കേട്ടോ. 49mm സ്ക്രീവ്, ലോക്ക് സ്ക്രീവ് 49mm 3 പെയർ സ്ട്രാപ്പ് എന്നുണ്ട് കേട്ടോ. hainoteko ജർമ്മനിന്റെ സാധനമാണ്. പിന്നെ അതിൽ ജർമ്മനി എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ PRC എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണണ്ട, PRC എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിച്ചോക്കാം. പൊളിച്ചിട്ട് ബാക്കി അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് പൊളിച്ചോക്കാം എന്താ സംഭവം എന്നുള്ള. അപ്പൊ ഇതിൽ വരുന്ന കളർ ഏതാണെന്നറിയില്ല. ഗോൾഡ് എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം ഗോൾഡ് തന്നെ വന്നേ. അപ്പൊ ഒന്നേ പൊളിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ചിരി വരുന്നത്. ഏറ്റവും ഭയങ്കര ഒരു ചിരി വരുന്ന സംഭവം ഇതാണ് കേട്ടോ. ബിഗ്ഗസ്റ്റ് സ്ക്രീൻ സൈസ് എവർ. അപ്പൊ അത്ര വലിയ സ്ക്രീൻ ആയിരിക്കും തോന്നുന്നത്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാവ്, hainoteko ജർമ്മനി. കാണണ്ട, ഒന്ന് നോക്കാം. ഒന്ന് യൂസർ മാനുവൽ കേട്ടോ. യൂസർ മാനുവൽ ഇത് ആരും യൂസ് ആക്കലൊന്നും ഇല്ല. റുഫൈദ് പറയും പോലെ എന്ത് ഇതില് നല്ല അടിപൊളി വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബുക്ക് ടൈപ്പിൽ തന്നെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റിക്ക് നോക്കാം എന്താവുന്നു. സ്ട്രാപ്പ് ക്വാളിറ്റി ഓക്കെ ആണ്. നല്ല സ്ട്രാപ്പ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതും അത്ര തന്നെ നല്ല സ്ട്രാപ്പ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതാ ട്രയൽ ലൂപ്പെല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ട്രയൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ചിൽ ബാക്കിൽ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്താ ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രാപ്പ് അയക്കാനിടാനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ. നമുക്ക് ഓൺ ഇതേ ബട്ടൺ തന്നെ ഒന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാമല്ലോ. ഓണായി. ഇത് പറഞ്ഞ നേരം കേട്ടോ സംഭവം. ബിഗർ ഡിസ്പ്ലേ എവർ. എൻ്റെ മോനെ കിറുമാണി സാധനം കേട്ടോ. അടിപൊളി ക്ലാരിറ്റിയാണ് ഗൈസ്. ഇതാ അടിപൊളി സ്ട്രാപ്പ് ക്വാളിറ്റിയും പിന്നെ അതേപോലെ തന്നെ മറ്റേ വാച്ചും അത് തന്നെ നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും പറയാനില്ല ഗൈസ്. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്. എന്താ ഇതെല്ലാം അടിപൊളി സാധനമാണ്. വാൾപേപ്പേഴ്സ് എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ബയല് കൊടുക്കുന്നുണ്ട്. അല്ല എന്തില് താഴെ കാണുന്ന സാധനത്തിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കമന്റ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലെല്ലാം പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പ്രൈസ് കാര്യങ്ങളെല്ലാം, പ്രൈസ് മൊബൈൽ നമ്പറും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് അടിപൊളിയാണ്. നല്ല ലുക്ക് ഉണ്ട് സാധനം കേട്ടോ. വാൾപേപ്പേഴ്സ് എല്ലാം ഒരു രക്ഷയില്ലാത്ത വാൾപേപ്പേഴ്സ് ആണ്. എന്താ ഇതിന്റെ ക്ലാരിറ്റി ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒറിജിനലിന് വെല്ലുന്ന സാധനം എന്നെല്ലാം പറഞ്ഞാൽ ഒറിജിനൽ മേടിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
വീണ്ടും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, വീണ് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, ഒരു മാറ്റങ്ങളും ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മെനു സ്റ്റൈലൊന്ന് നോക്കാം നമുക്ക്. മെനു സ്റ്റൈല് സ്മൂത്ത് ഉണ്ടോ നോക്കാം. മെനു സ്റ്റൈലെല്ലാം നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ, നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, ടച്ചെല്ലാം നല്ല അടിപൊളി സ്പീഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്പേഴ്സ് ഡയലിംഗ് നമ്പർ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. വർക്കിംഗ് വാൾപേപ്പേഴ്സും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് മെനു സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അതാ പിന്നെ ഹൈനോടെക്കിൻ്റെ ബ്രാൻഡ് ആയതിനെ കൊണ്ട് തന്നെ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ ഇതിൽ. അതിപ്പോൾ ഇങ്ങനെ വീണിട്ടാകുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് തെന്നിയിട്ട് വീണ് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല സ്മൂത്ത് ഉണ്ട് ഡിസ്പ്ലേ അല്ല. അതാ സ്വിച്ചെല്ലാം നല്ല നല്ല അടിപൊളി സ്മൂത്ത് ഉണ്ട് കേട്ടോ, അതാ കാണുന്നുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സ്വിച്ച് ഇതിപ്പോൾ നമ്മൾ യൂസ് ആക്കിയ സാധനത്തിന് ഒഴിവാക്കാനുള്ളതാണ്. എന്താ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ കാണിക്കും കേട്ടോ, ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെ ഇവിടുന്ന് ഒഴിവാക്കാമെന്ന് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്പോർട്സ് മോഡ്, ഹെൽത്ത് മോഡ്, ഇതാ ഹെൽത്ത് മോണിറ്ററിങ് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആയിട്ടുള്ള ഒരു കിർമാണി സാധനം തന്നെ പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലെങ്കിൽ ഉണ്ടാവുമല്ലോ. ആൾവേസ് ഓൺ ഡിസ്പ്ലേ സ്ക്രീൻ ടൈം 10-15 അത്ര സെക്കൻഡ്സേ ഉള്ളൂ കേട്ടോ, മണിക്കൂർ മിനിറ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നോ ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, ടൈം സെറ്റിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കീ ഡെഫിനിഷൻ ഉണ്ട്, GPS, ഓക്കെ സ്പോർട്സ്, ഹെൽത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ECG കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ GPS തന്നെ മൂവ്മെൻറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ, നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുന്ന് മേലോട്ട് വെക്കിയാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ എല്ലാം പ്രോപ്പറായിട്ട് വർക്കാകുന്നുണ്ടോ നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ NFC കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് പേയ്മെൻ്റ് എല്ലാം കൊടുക്കാൻ കഴിയുമെന്ന് അറിയില്ല കേട്ടോ. ID കാർഡ് എന്താ ഇതിലെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മളെ കാർഡുകൾ യൂസ് ആക്കാണ്ടിരിക്കുന്നതാണ് നല്ല. എന്താണെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷനിലെല്ലാം കയറ്റിയിട്ട് പൈസ എല്ലാം പോയിട്ട് പിന്നെ അടങ്ങിയതാവണ്ട, അതിനും വേണ്ടിയിട്ട് പറഞ്ഞാണ്. പിന്നെ വാൾപേപ്പേഴ്സ് ഒരുപാട് ടൈപ്പ് വാൾപേപ്പേഴ്സ് ഉണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കട്ടെ ഞാൻ. ഇതിൽ വാൾപേപ്പേഴ്സ് എല്ലാം ഫുൾ സൈസ് വാൾപേപ്പർ ഫോട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നോക്കട്ടെ. സെൻസർ എല്ലാം കറക്റ്റ് വർക്കിംഗ് ഉണ്ട്. പിന്നെ കണക്ട് ചെയ്താലായിരിക്കും ചിലപ്പോൾ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം കാണിക്കൽ. ആൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഒരു കുറവ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇതിലുണ്ട്. നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് സ്ട്രാപ്പ് ഇടാം. നല്ല കട്ടൻ ചായ കേട്ടോ, നല്ല മഴയല്ല, പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴ പൊടിഞ്ഞുകൊണ്ടുണ്ട്, നല്ല തണുപ്പ് ക്ലൈമറ്റാണ്. അപ്പോൾ മോൾ ഭാഗം നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ ഈ സ്വിച്ചിൻ്റെ സൈഡിൽ ഈ ഭാഗം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ താഴത്തെ സൈഡിലേക്ക് ഈ ഭാഗം താഴത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സ്ട്രാപ്പ് സിമ്പിളായിട്ട് ഇടാം. പിന്നെ ഇത് ഊരി പോകുന്നില്ല കേട്ടോ, ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഞെക്കിയാലേ അത് ഊരാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഒന്നും മറന്നിക്കില്ലല്ലോ, ആപ്പിളിൻ്റെ ഇതൊന്നും കോപ്പി അടിക്കാൻ മറന്നിക്കില്ല. എബർ വരെ കോപ്പി അടിച്ചേക്ക്, എന്തോ എബർ വരെ കോപ്പി അടിച്ചിന്. ഇനിയിപ്പോൾ ലുക്ക് നോക്കാം നമുക്ക്, ലുക്ക് ആപ്പിളിന് ഉണ്ടോന്ന്. അല്ല 3 സ്ട്രാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഏതാ ലുക്കുള്ളതെന്ന്. ഏതാ നിങ്ങൾക്ക് ലുക്ക് തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതിൽ ബ്ലൂ കളർ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബ്ലാക്ക് കൊടുത്തിട്ടില്ല, ബ്ലൂ കളർ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വേറെ ഓറഞ്ചാ മറ്റോ കൊടുക്കേണ്ടതിന്, ഓറഞ്ചിന് പകരം മറ്റേ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ ഇതാണ് ഈ ലുക്ക് വരുന്നത്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഗൈസ് ഇത് കോപ്പിയാന്ന്? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറിജിനൽ മേടിക്കേണ്ടതെന്നാണ്, ഇതൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അടുത്ത സ്ട്രാപ്പും കൂടി ഇട്ട് നോക്കാം നമുക്ക്, അത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ ബാക്കി പഴയ മോഡൽസിൻ്റെ സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം. അപ്പോൾ ഇനി അതുണ്ടാവില്ല, ആ വീഡിയോസ് ഇനി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്താണെന്നല്ല സാധനം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല. അപ്പം അതിന് പകരമായിട്ട് ഞാൻ എടുത്തു നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി ലുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് സാധനത്തിന്, ക്വാളിറ്റി അത്യാവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇത് പിടിക്കാമെന്ന് വിചാരിച്ച് ഈ സാധനം. പിന്നെ അതിൻ്റെ പ്രൈസ് അറിയണ്ട നിങ്ങൾക്ക്, പ്രൈസെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു 125 ദിർഹംസിന് ആൾ ഓവർ ഫ്രീ ഡെലിവറി ആക്കി തരുന്നതായിരിക്കും, 125 കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത സ്ട്രാപ്പ് ഇടാൻ പോകുന്നുണ്ട് കൈക്ക്. എന്താ 3 സ്ട്രാപ്പും ഉണ്ട്. അപ്പോൾ ആ പ്രൈസിന് അത് വേർത്താണ് കേട്ടോ. 125 ദിർഹംസിന് ആൾ ഓവർ യു എയിൽ ഞാൻ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ആക്കി തരുന്നതായിരിക്കും.
പിന്നെ ക്വാളിറ്റി സ്ട്രാപ്പ് ക്വാളിറ്റി എല്ലാം കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ട്രാപ്പ് ക്വാളിറ്റി എല്ലാം ഇട്ട് കേട്ടോ. ലുക്കൊന്ന് കാണിച്ചു കൊടുക്കും മുത്ത, അങ്ങനെ ഉണ്ടെന്ന് ഫോക്കസ് ആക്കി കാണിച്ചു കൊടുക്കും. കാണുന്നുണ്ടോ ഫോക്കസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, അടിപൊളി ഒറിജിനലിനെ വെല്ലുന്ന മാസ്റ്റർ കോപ്പി കേട്ടോ. ലോഗോന്റെ സാധനം ഞാൻ എടുത്തേക്ക്, പക്ഷെ അത് അത്ര ക്വാളിറ്റി പോരാ. വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കാം, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ലോഗോന്റെ വീഡിയോ ഇടണമെന്ന്. ഇനിയിപ്പോൾ അടുത്തൊരു സ്ട്രാപ്പ് ഉണ്ട്, അത് ഇട്ടിട്ട് ഇടാം കേട്ടോ. അതും കൂടി ഇട്ട് നോക്കാം നമുക്ക്, അതെങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഗൈസ്, MA ആക്റ്റീവ് പ്രോ എന്ന് പറയുന്ന ആപ്പാണ്. ആപ്പ് കറക്റ്റ് ഫോക്കസ് ആക്കി കാണിച്ചു കൊടുക്കും മുത്തേ. ഇനിയിപ്പോ ആപ്പ് ഏതെന്ന് നോക്കണ്ടതാ, ഇതാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അഗ്രി, ലൊക്കേഷന് ഹലോ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇതിലെന്തോ ഒരു പെർമിഷൻസ് എന്തോ ഒന്ന് കൊടുക്കാനുണ്ട് കാണുന്നുണ്ട്. ലൊക്കേഷൻ അല്ല, ലൊക്കേഷന് ഹലോ. ഓക്കെ, ഇതിപ്പോ ഇവിടെ ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് ലോഗിൻ ആക്കാം കേട്ടോ. ഓക്കെ, ഗൂഗിൾ ID വെച്ചിട്ട് നമ്മൾ ലോഗിൻ ആയി. ലോഗിൻ ഫയലിലോ എന്നാ ഡിജിറ്റൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഞെക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇത് സേവ് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എന്തെല്ലോ കൊടുത്തേക്ക് പ്രശ്നമില്ല. എൻറ്റർ നോട്ടിഫിക്കേഷൻ എല്ലാം വരും. ഇവിടെ ഇത് അലോ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഡെന്നി ആയിട്ടാണുള്ള, നമ്മൾ ഒന്ന് അലോ കൊടുത്താൽ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ വാച്ച്, ആഡ് ഡിവൈസ് കൊടുക്കുക, സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്കാൻ ചെയ്താൽ നമുക്ക് സാധനം കിട്ടുന്നതാണ് ഗൈസ്. സ്കാൻ ഐക്കോൺ ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് മോഡലിൻ്റെ ആവശ്യമില്ല കേട്ടോ. മോഡൽ ഇവിടുന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഉണ്ടോ, ഇതവിടെ ഈ മോഡലായിരിക്കും. ഇതൊക്കെ കാണുന്നുണ്ടോ, വാച്ച് അൾട്ര. ഇതന്നെ ആവാനാ ചാൻസ് ഉള്ള വാച്ച് അൾട്ര. അത് കണക്ട് ആയി കേട്ടോ. ഫിനിഷ്. ഓക്കെ, അപ്ഗ്രേഡ് നമുക്ക് വയ്യാക്കാം, പ്രശ്നമില്ല. നമുക്കിത് വാച്ച് ഫേസസ് എന്നിട്ട് കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ. കാണുന്നുണ്ട്, ആപ്പിൾ ഒറിജിനൽ കൊടുക്കുന്ന അങ്ങനെ തന്നെ വാൾപേപ്പേഴ്സ് എല്ലാം ഒരുപാടുണ്ട്. മൈ ഡയൽസിൽ കയറിയാൽ നമുക്ക് ഇവിടുന്ന് മൊത്തം തന്നെ നമ്മളെ ഫോട്ടോ വാച്ചിൽ വെച്ചിട്ട് സെലക്ട് പിക്ചർ കൊടുത്താൽ നമ്മളെ ഫുൾ ഫോട്ടോ നമുക്ക് വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഏതാ ഫോട്ടോ ഉള്ളതെന്ന് അറിയില്ല, നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ് ഇവൻ്റെ. നമുക്ക് ജസ്റ്റ് നമ്മൾ എൻ്റെ ഫോട്ടോ ഇല്ലടാ, അവൻ്റെ ഇതന്നെ ആയിക്കോട്ടെ. ഇത് നമ്മൾ ഫിനിഷ് കൊടുക്കുന്നുണ്ട്. ഫിനിഷ് കൊടുത്തിട്ട് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ടൈം ഇതെല്ലാം, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കളർ മാറ്റാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ള ഏതൊരു വാച്ചും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ OTA വരുന്നുണ്ട് കേട്ടോ. അത് എടുക്കാറുണ്ടോ. അപ്പോൾ ചെക്കൻ്റെ ഫോട്ടോ വാൾപേപ്പർ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഫുൾ സൈസിൽ വാൾപേപ്പർ സെറ്റാകുന്നുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്ക് ഗൈസ്, ഇതാ ഈ ചെക്കനെ നേരിട്ട് കാണുന്നതിനായിട്ട് ഈ വാച്ചിലാണ് കേട്ടോ ലുക്കുള്ള. നേരിട്ട് ഞാൻ കാണിച്ചു തരാം. ഇടക്കിടക്ക് മീശ ഇങ്ങനെ തിരിച്ചോണ്ട് ഇവിടെ ഈ ഭാഗത്തുള്ള രണ്ട് സൈഡത്തെ മീശ ഇങ്ങനെ പോയിക്കി കളക്കി വീണ് പോയിക്കി. ഓക്കെ, അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഇത് നമ്മളെ ഇത് വാച്ച് ഫേസസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഡയൽ സെറ്റ് ചെയ്യാൻ ഞാൻ പറയാൻ മറന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാനുള്ള കുറേ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ ആപ്പ് മാറ്റുന്നുണ്ട് കേട്ടോ. ആപ്പ് വിയർ ഫിറ്റ് പ്രോ അല്ല, കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നല്ല ഇതവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാനല്ല കേട്ടോ. വീഡിയോ ഡയലാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഉണ്ടതിൽ അപ്ലോഡ് വീഡിയോ. ഇനിയിപ്പോൾ വീഡിയോ പ്ലേ ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം, ചോദിക്കണ്ട. ഞാനിപ്പോൾ ഇതന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ നമുക്ക് ഇതിലേക്ക് പ്ലേ ആക്കാൻ പറ്റുമോ നോക്കാമല്ലോ. ഓക്കെ, ഇൻസ്റ്റാൾ. നമുക്ക് വാച്ചിലേക്ക് നമ്മളെ വീഡിയോ പ്ലേ ആണെന്ന് നോക്കാമല്ലോ. വീഡിയോ ഡയൽ. ഇനി പിന്നെ അതൊന്നും ഈ വാച്ചിൽ ഇല്ലാന്ന് വിചാരിക്കണ്ട. അതാ കിറമാണിയായിട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ നോക്കിയോ, വെയിറ്റ് ആക്ക്. അപ്പോൾ 2 ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷനും വീഡിയോ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, കിറുമാണി സാധനമാണ്. അപ്പോൾ കിറുമാണി എന്താ ചോദിക്കുന്നത്? കിറുമാണി എന്ന് പറഞ്ഞാൽ
ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു സാധനത്തിന്റെ പേരാണ് ഈ കിർമാണി എന്ന് പറയുന്നത് കേട്ടോ. ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റി എവർ. ഇയാൾ പറയും പോലെ ബെസ്റ്റ് ക്വാളിറ്റി എവർ. അതിന് പറയുന്നത് എവറിന് പകരമാണ് കിർമാണി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇയാൾ അടുത്ത് തന്നെ ഇവിടെ കിർമാണി എന്ന് എഴുതിയിട്ട് വരണം, ഈ എവർ ഒഴിവാക്കിയിട്ട്. ഓക്കെ, ഇതിപ്പോ വീഡിയോ അപ്ലോഡ് ആയിക്കോളുണ്ട് കേട്ടോ. അപ്ലോഡ് ആയിട്ട് ഞാൻ കാണിച്ചത് വീഡിയോ പ്ലേ ആകുന്ന എങ്ങനെയാണ് ഇതിൽ വാൾപേപ്പറിൽ കേട്ടോ. അപ്പൊ വീഡിയോ അപ്ലോഡ് ആയിക്കോളുണ്ട് കേട്ടോ. വാച്ചിൽ വീഡിയോ അപ്ലോഡ് ആണെന്നുള്ളതാണ്, സ്മാർട്ട് വാച്ചിൽ വീഡിയോ അപ്ലോഡ് ആയിക്കോളുള്ള കണ്ടോ. ഇവിടെ കാണുന്നുണ്ടോ ഗൈസ്, വാൾപേപ്പർ വീഡിയോ കാണുന്നുണ്ടോ? കറക്റ്റ് കാണിച്ചു കൊടുക്ക്. അതേ ഫോണിൽ അതേ ക്ലാരിറ്റിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ആകുന്നില്ല. അപ്പൊ അജാതി സാധനമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സാധനം ആപ്ലിക്കേഷൻ ആണ്. വാച്ചും അത്ര തന്നെ, വാച്ചും നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ ക്ലാരിറ്റി ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതില് ഫൈൻഡ് മൈ വാച്ചിൽ ഇത് അടിയുന്നുണ്ട്. ഫോൺ റിംഗാണ് അതേ സൗണ്ട് അല്ലേ? ഇതൊന്ന് കേൾപ്പിച്ചു കൊടുത്ത സൗണ്ട്, ഫോൺ റിംഗാണ് സൗണ്ടാണ് ഗൈസ്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോ അത് ഇവിടെ നോട്ടിഫിക്കേഷൻ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെല്ലാം വേണ്ടി എല്ലാം ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഹലോ കൊടുക്കാം, SMS ഹലോ കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് കോള് കണക്ട് ആക്കാൻ എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. അതാണ് കോള് കണക്ട് ആക്കാനുള്ള ഓപ്ഷന്. ബ്ലൂടൂത്ത് കോൾ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഞാൻ എന്റെയിലേക്ക് ഡയൽ ആക്കി നോക്കട്ടെ. ഓക്കെ, ഇവിടെ എന്തോ കണക്ട് ആക്കാൻ പറയുന്നുണ്ട്. ഇത് വാച്ച് കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കട്ടോ. ഇവിടെ കാണണ്ട, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോളിങ്ങിന്റെ ഓപ്ഷനും കൂടി സെറ്റ് ആയി കേട്ടോ. ഓക്കെ, കോണ്ടാക്ട് ഷെയറിങ് എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ. കോണ്ടാക്ട് ഷെയറിങ് ഉണ്ട്, മീഡിയ ആഡിയോ ഉണ്ട്, ഫോൺ പ്ലേ ഉണ്ട്. 05015579660 ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. മിഞ്ഞാന്ന് ഓന് വീഡിയോ എടുത്തതിൽ നമ്പർ മാത്രം കാണുന്നില്ല. ഓക്കെ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടുന്ന് ഡയൽ ആക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടോ? അടിപൊളിയായിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇൻകമിങ് കോൾ വരുമ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് അതും കൂടി ഒന്ന് നോക്കിക്കളയാം. നമുക്ക് വേറൊരു ഫോൺ എടുക്കട്ടെ, പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ നിന്ന് വാച്ചിലേക്ക് കോൾ ആക്കി നോക്കാം. നമുക്ക് വാച്ചിലേക്കല്ല, ഈ നമ്പറിലേക്ക് കോൾ ആക്കി നോക്കാം. ഈ വാച്ച് ഈ നമ്പറിലല്ല കണക്ട് ആയിട്ടുള്ള. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, ഡയലാക്കി നോക്കാം കേട്ടോ. ഇതാ ഡയൽ ആവുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോക്കസ് ആക്കി വെച്ച മുട്ട എന്താ ഇവിടെ നോക്കട്ടെ. റിംഗ് ടൂൺ കേട്ടാ, റിംഗ് ടൂൺ കേട്ടാ. ഏതാണ് ട്യൂണ്? ഐഫോണിന്റെ ട്യൂണാണ്. മരണമാസ് കിർമാണി സാധനം എന്നെല്ലാം പറഞ്ഞാല് ഒരു രക്ഷയില്ല കേട്ടോ. അതാ ഇന്ന് റിസീവ് ആക്കുന്ന ഇങ്ങനെ തന്നെ, കോൾ റിസീവ് ആക്കുമ്പോൾ തന്നെ ഹലോ ഹലോ ഹലോ. നല്ല ക്ലാരിറ്റി ഇല്ല സൗണ്ട്, സൗണ്ട് ക്ലാരിറ്റി അല്ലല്ലേ? ഹലോ, അടുത്ത സ്പീക്കറിനടുത്ത് പിടിക്കണം. ഹലോ, അങ്ങനെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോ ഇതിപ്പോ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളി ക്ലാരിറ്റി. ഇത് ഇതുവരെ ബിറ്റയിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എവർ കിർമാണി സാധനം കേട്ടോ. അപ്പൊ അടിപൊളി സ്മാർട്ട് വാച്ച് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, പേര്, നമ്പർ, ഷോപ്പിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിലേക്ക് പോരാൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് പോന്നോ. ഷോപ്പിലേക്ക് വന്നാൽ ഒരു 20 ദിർഹംസിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. അതർവൈസ് 125 ദിർഹംസിന് നമ്മൾ നിങ്ങളെ ഡോറിലേക്ക് എത്തിച്ചേരും. നിങ്ങളെ വീട്ടിന്റെ ഡോറിലേക്ക് എത്തിച്ചേരും, ആൾ ഓവർ UAE. പിന്നെ അതേപോലെ തന്നെ സൗദിയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 4-5 പീസ് ഓർഡർ തന്നോ, നിങ്ങൾക്കും സാധനം ഞാൻ എത്തിച്ചേരും. ഓക്കെ, ഒരു കോംപ്രമൈസും ഇല്ല. 5 പീസെല്ലാം നിങ്ങളെ ചങ്ങായിമാർക്ക് ഇവർക്കെല്ലാം നോക്കിയിട്ട് ഓർഡർ ചെയ്തോ. 5 പീസെല്ലാം ഞാൻ പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. 2 ദിവസത്തിന്റെ ഉള്ളിൽ 3 ദിവസത്തിന്റെ ഉള്ളിൽ സൗദിക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.